അമേരിക്കയും യൂറോപ്പും ഒക്കെ റഷ്യയുടെ അക്രമത്തിന് എതിരാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് ആ യുദ്ധം നിർത്താൻ വേണ്ടി തങ്ങൾ ഒറ്റക്കെട്ടായിട്ട് റഷ്യക്കെതിരെ നിൽക്കും എന്ന് തീരുമാനിക്കാൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇന്ന് മുസ്ലിം രാജ്യങ്ങൾക്കെതിരായിട്ടല്ലെങ്കിൽ ഒറ്റക്കെട്ടായ ഒരു തീരുമാനം അസാധ്യമായ അവസ്ഥയാണുള്ളത്. ഐക്യരാഷ്ട്രസഭയിൽ മുസ്ലിം രാജ്യങ്ങൾക്കെതിരാണ് എങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി തന്നെ വരും. ഏറ്റവും ചുരുങ്ങിയത് വീറ്റോ പവറുള്ള 5 രാജ്യങ്ങൾ തന്നെയെങ്കിലും ആ വിഷയത്തിൽ ഒറ്റക്കെട്ടാകും എന്നതിൻ്റെ തെളിവല്ലേ ഇറാഖിൽ നടന്ന യുദ്ധത്തിന് അവരൊക്കെ വളരെ ശക്തമായി തന്നെ പിന്തുണച്ചു. യുദ്ധം കഴിഞ്ഞ് സദ്ദാം കൊല്ലപ്പെട്ടു, ഇറാഖ് എന്നേക്കുമായി തകർന്നു കഴിഞ്ഞപ്പോൾ ആ മാസ് വെപ്പൺസ് ഓഫ് ഡിസ്ട്രക്ഷൻ, സംഹാര താണ്ഡവമാടാനുള്ള ആയുധം സദ്ദാം കൈക്കലാക്കി എന്നുള്ള വാദം ഞങ്ങളുടെ ഇന്റലിജൻസിന്റെ പിഴവായിരുന്നു എന്ന് ടോണി ബ്ലെയർ മാത്രമല്ല അമേരിക്കയിലെ ജെയിംസ് ബേക്കർ അടക്കമുള്ള ആളുകൾ തുറന്നു പറയാൻ അവർ തയ്യാറായത് അതുകൊണ്ടല്ലേ? കാരണം അവർക്ക് യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഞങ്ങൾ ഈ പറയുന്ന കാരണം ഒരിക്കലും യഥാർത്ഥമല്ല, പക്ഷേ ഒരു യുദ്ധം ഉണ്ടാകണം. റഷ്യക്കെതിരെ എന്തേ ഇവരൊന്നായിട്ട് അത്തരം ഒരു തീരുമാനം എടുക്കാഞ്ഞത്? റഷ്യ തങ്ങളെ ഒന്നായിട്ട് വിഴുങ്ങും എന്ന പേടിയാണോ? റഷ്യയെ സംബന്ധിച്ച് ഇന്ന് ലോകത്തിന് അത്തരം ഒരു ഭയം തന്നെയില്ല. കാരണം യുക്രൈനോട് വരെ പല യുദ്ധമേഖലകളിലും റഷ്യ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. നമുക്കറിയാം ഈ യുക്രൈനിൽ റഷ്യ പിടിച്ചടക്കിയ പല സ്ഥലങ്ങളും കൗണ്ടർ അറ്റാക്കിലൂടെ യുക്രൈൻ തിരിച്ചു പിടിക്കാൻ തുടങ്ങി. അവിടെ റഷ്യൻ പട്ടാളം തങ്ങളുടെ മാരകമായ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകാൻ നിർബന്ധിതരാകുന്ന ഒരവസ്ഥയാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ശക്തമായി യുക്രൈന്റെ കൂടെ നിലനിന്നിരുന്നു എങ്കിൽ കൊറിയകൾ തമ്മിലുള്ള യുദ്ധം ദിവസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് സാധിച്ചു എന്നും എന്നേക്കുമായി നോർത്ത് കൊറിയയെ ഒറ്റപ്പെടുത്താൻ സാധിച്ചു എന്നുമാണ് വസ്തുത എങ്കിൽ, ഇപ്പോൾ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു എങ്കിൽ അവരോടതിന് സാധിക്കുമായിരുന്നു. പക്ഷേ യൂറോപ്പ് ആഗ്രഹിക്കുന്നത്, അമേരിക്ക ആഗ്രഹിക്കുന്നത്, വൻ ശക്തികളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ യുദ്ധമില്ലാത്ത സർവ സമാധാനത്തിലുള്ളൊരവസ്ഥ ഉണ്ടാകണം എന്നല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇറാനെതിരെയാണ് അമേരിക്ക, യൂറോപ്പ്, ഇസ്രായേൽ എന്നൊക്കെ നമ്മൾ പറയുന്നു. അമേരിക്കയുടെ ബെന്യാമിൻ നെതന്യാഹു 7ാമത്തെ വട്ടം അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. വീണ്ടും പല പരീക്ഷണങ്ങളും നടത്തി മറ്റാർക്കും അവിടെ ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി ഇന്നും അവിടെ പ്രധാനമന്ത്രിയാകുന്നത് നെതന്യാഹുവാണ്. അദ്ദേഹം ഓരോ പത്രസമ്മേളനത്തിലും ഇറാനെ ഭസ്മമാക്കി കളയുമെന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ കൈവശമുള്ളതിനേക്കാൾ മാരകമായ ആറ്റം ബോംബ് ഈ ഇസ്രായേലിന്റെ കൈവശമുണ്ട് എന്നത് ലോകത്താകെ പരസ്യമായ രഹസ്യമാണ്. പക്ഷേ എന്തേ ഇറാനെതിരെ അത്തരം ഒരക്രമത്തിന് അവർ മുതിരാത്തത്? ഒരുപക്ഷെ അതിന്റെ കാരണം ഇറാന്റെ കൈവശവും അത്തരം രഹസ്യ ആയുധങ്ങൾ ഉണ്ടായേക്കാം എന്ന ഭയമാണോ എന്ന് തോന്നാമെങ്കിലും, പക്ഷേ ഒരു യുദ്ധത്തിലൂടെ ഇറാനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പേര് പറഞ്ഞ് മറ്റ് അറബ് രാജ്യങ്ങളെ പേടിപ്പിച്ചു നിർത്താൻ പിന്നീട് അവസരമുണ്ടാവുകയില്ല. അങ്ങനെയാകുമ്പോൾ ബില്യൺ കണക്കിന് ഡോളറുകളുടെ ആയുധ കച്ചവടം അറബികളുമായി നടത്താൻ കഴിയില്ല. ആയുധപ്പുരകളും ഫാക്ടറികളും പൂട്ടേണ്ടി വരും എന്നുള്ള ഭയം അമേരിക്കയെ, യൂറോപ്പിനെ, ഇസ്രായേലിനെ എല്ലാം പിടികൂടിയിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുകയല്ല, മറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ലോകത്ത് സമാധാനം മാത്രം ഉണ്ടാകണം എന്ന ആഗ്രഹം പ്രിയപ്പെട്ടവരെ ലോകരാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ ഇല്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. സമാധാനത്തിന് ആഗ്രഹമില്ലാത്തവർ ഒറ്റക്കെട്ടായി
സമാധാനത്തിന് വേണ്ടി മാത്രം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭീകരവാദത്തിന്റെ ആശാനായി ചിത്രീകരിക്കുമ്പോൾ, ആ മതത്തെ തീവ്രവാദത്തിന്റെ പ്രസ്ഥാനമായി മുദ്രകുത്തുമ്പോൾ, അതിന്റെ അനുയായികളെ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് ബ്രാൻഡ് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം ആരോപണങ്ങൾ ലോകാവസാനം വരെ ഇല്ലാതെയാക്കാൻ മറ്റ് പ്രചരണങ്ങളിലൂടെയൊന്നും സാധ്യമല്ല. അതിനുള്ള ഏക മാർഗം നമ്മൾ ശരിയായ പ്രവാചക സ്നേഹികളായി മാറുകയും ശരിയായ മുസ്ലിങ്ങളായി മാറുകയും ചെയ്യുക എന്നൊരൊറ്റ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ലോകത്തോട് ഉദ്ഘോഷിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. എത്രമാത്രം കൃത്യമായ ഒരു ആഹ്വാനമാണ്. നന്മയും തിന്മയും അത് രണ്ടും ഒരിക്കലും ഈക്വൽ അല്ല, അതൊരിക്കലും ബലാബലമല്ല, അവ രണ്ടും സമമാവുകയേ ഇല്ല. ഇത് ലോകത്തോട് പറഞ്ഞ് അടുത്ത വരിയിൽ പരിശുദ്ധ ഖുർആൻ വീണ്ടും ഉത്ബോധിപ്പിക്കുകയാണ്. ഇത് അഹ്സൻ. നീ എപ്പോഴും തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ട് മാത്രമാണ്. തിന്മയെ നേരിടാൻ തിന്മ തന്നെ നമുക്ക് സ്വീകരിക്കാം എന്ന് ചിന്തിക്കുന്നവർക്കൊരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞതിന് ശേഷം വീണ്ടും ഖുർആൻ ഒന്നുകൂടി പറയുകയാണ്. വലാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. പക്ഷേ നന്മയെ തിന്മ കൊണ്ട് നേരിടാൻ, പ്രകോപനങ്ങളെ സംയമനം കൊണ്ട് നേരിടാൻ, ഈ സംയമനം എന്ന് പറയുന്നത് ആർക്കേ ഉണ്ടാവുകയുള്ളൂ? ഇതെല്ലാവർക്കും ഒരിക്കലും സാധ്യമല്ല. ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നത് പ്രകോപനത്തെ പ്രകോപനം കൊണ്ട്, ഞാൻ ഒന്നുകൂടി മാറ്റി പറയാം, പ്രകോപനത്തെ ലാർജർ പ്രൊവോക്കേഷൻ കൊണ്ട്, പ്രൊവോക്കേഷനെ ലാർജർ പ്രൊവോക്കേഷൻ കൊണ്ട് നേരിടുക എന്ന പോളിസിയല്ലേ വളരെ കൃത്യമായി വ്യക്തമായ ഭാഷയിൽ ആരോപിക്കുകയുണ്ടായി. എന്താണ് തെളിവ്? ആവശ്യമായ മുഴുവൻ തെളിവും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും പാർലമെന്റിന്റെ മേശപ്പുറത്ത് പോലും ആ തെളിവുകൾ അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഈ നിമിഷം വരെ അന്താരാഷ്ട്ര വാർത്ത നിരീക്ഷിച്ച എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്ത്യയും പറയുകയുണ്ടായി, ഇതിനു വേണ്ട തെളിവുകളുടെ ഒരു തരി പോലും ഞങ്ങൾക്ക് കാനഡ നൽകിയിട്ടില്ല. പാർലമെന്റിന്റെ മുന്നിൽ അത്തരമൊരു പ്രസ്താവന നടത്താൻ ജസ്റ്റിൻ ട്രൂഡോയെ പ്രേരിപ്പിച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ താങ്ങി നിർത്താൻ ഈ സിഖ് തീവ്രവാദികളുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു പാർട്ടി അവിടെയുണ്ട്, അവിടെ 2 MP-മാരുടെ സപ്പോർട്ടുണ്ട് എന്നത് മാത്രമാണോ? അതല്ല, G20 ന്യൂഡൽഹിയിൽ വന്നപ്പോൾ മറ്റ് രാഷ്ട്ര നേതാക്കൾക്ക് ലഭിച്ച അത്ര തന്നെ ഊഷ്മളമായ സ്വീകരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണോ? തങ്ങേണ്ടി വന്നതിലുള്ള ടെൻഷൻ കാരണമാണോ? ഇതൊക്കെ ഇനി ഗവേഷകന്മാർ പിന്നീട് വിലയിരുത്തി പറയേണ്ടതാണ്. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് അതൊന്നുമല്ല. നിജാറിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ ഇന്ത്യൻ ഗവൺമെന്റ് ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് വളരെ കടുത്ത നടപടിയിലേക്ക് കനേഡിയൻ ഗവൺമെന്റ് തിരിയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് മിഷനിലെ ഒരംഗത്തെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ല. G20 വലിയ വിജയമായിരുന്നു എന്നതിൽ തർക്കമില്ല. കാരണം ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, റഷ്യയുടെയും ചൈനയുടെയും പ്രസിഡന്റുമാർ നമ്മുടെ G20 ഇന്ത്യയിൽ വന്നില്ല എന്നത് ശരിയായിരിക്കാം. പക്ഷേ ആഫ്രിക്കൻ യൂണിയനെ G20 ഒരു മെമ്പറായി തെരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിന് യാതൊരു എതിർപ്പുമില്ലാതെ ഐക്യകണ്ഠേന പാസാക്കാൻ ഈ സമ്മേളനത്തിന് കഴിഞ്ഞു. യുക്രൈൻ വിഷയത്തിൽ യുക്രൈനും യൂറോപ്യൻ യൂണിയനും അമേരിക്കക്കും മാത്രം തങ്ങൾ അനുകൂലമാണ് എന്ന
ഒരു രീതി അവിടെ പരത്താതെ റഷ്യക്കെതിരാണ് എന്ന് തോന്നിക്കാതെ ഇന്ത്യ രാജ്യത്തിന്റെ താല്പര്യം റഷ്യയുടെയും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ കൂടെ നിൽക്കലാണ് എന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി അവരെ ആരെയും ഒപ്പിച്ചില്ല എന്നതൊരു വസ്തുതയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത് ലിബിയയിലുണ്ടായ ആ വലിയ പ്രളയത്തെ പറ്റിയാണ്. 20,000 ആളുകളാണ് കഴിഞ്ഞയാഴ്ച ആഞ്ഞു വീശിയ കാറ്റിലും തൽഫലമായി തകർന്ന 2 ഡാമുകളിൽ നിന്നൊലിച്ച വെള്ളപ്പാച്ചിലും അവിടെ കൊല്ലപ്പെട്ടത് എന്നാണ്. ഇന്നും കടലുകളിൽ നിന്ന് തകർന്ന കെട്ടിടങ്ങളിൽ നിന്ന് മൃതശരീരങ്ങൾ എടുത്തു മാറ്റി തീർന്നിട്ടില്ല എന്നതാണ് ലിബിയയിൽ നിന്ന് വരുന്ന വാർത്ത. ആ ലിബിയയിലെ കേന്ദ്രമായ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ ഭരണം നടത്തുന്നത് ദബീബ എന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സപ്പോർട്ടുള്ള ഭരണകൂടമാണ് എങ്കിൽ കിഴക്കൻ ലിബിയയായ ബെൻഗാസി കേന്ദ്രമായി ഭരണം നടത്തുന്നത് അറബ് രാജ്യങ്ങളിൽ ചിലരുടെ സപ്പോർട്ടുള്ള ഖലീഫ ഹഫ്തറുമാണ് എന്നത് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. നിങ്ങൾക്ക് അതിലൊക്കെ എത്ര താല്പര്യമുണ്ടാകും എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഊന്നി പറയുന്നത് തുർക്കിയിലെ റജബ് തയ്യിബ് എർദോഗാൻ ഗവൺമെന്റ് എന്ന തലത്തിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് ട്രിപ്പോളിയിലെ ഭരണകൂടത്തെയാണ് എങ്കിൽ ഈ പ്രളയം വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് വിമാനങ്ങളിൽ ദുരിതാശ്വാസ സാധനങ്ങളുമായി ലിബിയയുടെ കിഴക്കൻ നഗരമായ ഖലീഫ ഹഫ്തറിന്റെ ആ അധികാരത്തിൽ കഴിയുന്ന ബെൻഗാസി എയർപോർട്ടിൽ തന്നെ കൊണ്ടുചെന്നിറക്കി ആ ദുരിതാശ്വാസങ്ങൾ ഏറ്റവും കൂടുതൽ പ്രളയം ബാധിച്ച ദർന എന്ന നഗരത്തിലേക്ക് എത്തിക്കാൻ തയ്യാറായ വാർത്ത അന്താരാഷ്ട്ര ചാനലുകളായ BBC-യും CNN-ഉം അതേപോലെ തന്നെ ഫോക്സ് ന്യൂസും ഫ്രാൻസ് 24-ഉം ഒക്കെ കൈകാര്യം ചെയ്ത വിധം ഇതാണ് ഏറ്റവും വലിയ ഡിപ്ലോമസി എന്ന് രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെ സപ്പോർട്ടറായി നിലനിൽക്കുമ്പോൾ തന്നെ കിഴക്ക് ബെൻഗാസിയിലെ ഗവൺമെന്റിനെ ഒരിക്കലും വെറുപ്പിക്കാതെ അവിടെയും ഇടപെട്ടു സഹായം ചെയ്തു. ഇതാണ് റജബ് തയ്യിബ് എർദോഗാൻ ചെയ്തത് എങ്കിൽ അതേ നയമാണ് ഇന്ത്യ രാജ്യത്ത് മോഡി G20 സംഘടിപ്പിച്ചപ്പോൾ ചെയ്തത് എന്ന് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ പറഞ്ഞത് അത്തരം ചില ഡിപ്ലോമസികൾ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എന്താണ് എന്ന് നോക്കി ചെയ്യേണ്ടി വരും. അതിൽ കണ്ടോ, നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ് അവിടെ കാനഡ ചെയ്തത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ടിറ്റ് ഫോർ ടാറ്റ്, അടിക്ക് അടി എന്നുള്ളൊരു രീതി ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു. ന്യൂഡൽഹിയിലെ കനേഡിയൻ മിഷനിൽ വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ, അതേപോലെ തന്നെ ലോകത്ത് എവിടെയുമുള്ള ഇന്ത്യൻ മിഷനുകളിൽ നിന്ന് ഒരിക്കലും കനേഡിയൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്ന് തീരുമാനിക്കാൻ നമ്മുടെ രാജ്യം തീരുമാനമെടുത്തത് ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ ഉദാഹരണം ഞാൻ എന്തിനാ കൊണ്ടുവന്നത്? നിങ്ങൾ ഒരുപക്ഷെ സംശയിക്കും, ഈ ഉസ്താദ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. എന്താണെന്നറിയാമോ? ലോകത്ത് സഹിഷ്ണുത, അന്താരാഷ്ട്ര കാര്യങ്ങൾ പരിശോധിച്ചാലും ദേശീയ കാര്യങ്ങൾ പരിശോധിച്ചാലും പ്രാദേശിക കാര്യങ്ങൾ പരിശോധിച്ചാലും ഒക്കെ ജനങ്ങളുടെ ചിന്ത തന്നെ മാറിയിരിക്കുകയാണ്. ഇങ്ങോട്ടടിച്ചാൽ അതിന് കൂടുതലായി വോള്യം കൂട്ടിക്കൊണ്ട് സ്ട്രോങ് വർദ്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ള ഒരു നയത്തിലേക്ക് ലോകം മുഴുവൻ മാറിയിരിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാട് ലോകത്ത് നിലനിൽക്കുകയാണെങ്കിൽ എന്റെ ചോദ്യം, സമാധാനം എങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും? സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ സൽമാൻ MBS അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആണ്. മെനിയാന്ന് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. മാർക്ക് എന്ന് പറയുന്ന ലോകോത്തര പത്രപ്രവർത്തകൻ, അദ്ദേഹം ഫ്രാൻസ് 24 ചാനലിലെ ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്ന ആളാണ്. മാർക്ക് MBS-നോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇറാൻ ആണവായുധം നേടുന്നത് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? MBS വളരെ കൃത്യമായി മറുപടി പറയുന്നു, ഇറാൻ എന്നല്ല, ലോകത്ത് ഒരു രാജ്യവും ആണവായുധ ശക്തിയാകുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആണവായുധം ഉണ്ടായിട്ട് എന്താണ് കാര്യം?
അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ നമ്മുടെയൊക്കെ തീരുമാനം. ഉപയോഗിക്കാൻ പറ്റാത്തൊരായുധം വാങ്ങിക്കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളുടെ ദാരിദ്ര്യം തുടച്ചു മാറ്റുന്നതിലേക്ക് നീക്കേണ്ട കോടികൾ ചെലവാക്കുന്നത് മൗഢ്യം എന്നല്ലാതെ മറ്റെന്താണ് ഞാൻ പറയേണ്ടത് എന്ന് കേട്ടിട്ട് മാർക്ക് അത്ഭുതപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹം രണ്ടാമതൊരു ചോദ്യം കൂടി MBS-നോട് ചോദിക്കുകയാണ്. അഥവാ ഈ ഉപരോധങ്ങളും എതിർപ്പുകളും ഒക്കെ ഉള്ളപ്പോഴും ഇറാൻ ആണവായുധം കൈക്കലാക്കി എന്ന വസ്തുത യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ നേരത്തെ ഇന്ത്യയുടെയും കാനഡയുടെയും ഉദാഹരണം പറഞ്ഞതിന് തുല്യമായ മറ്റൊരു ഉദാഹരണമാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. ആ മറുപടിയിൽ MBS പറയുന്നത് നോക്കൂ. എല്ലാ ഉപരോധങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ടും ഇറാൻ ആണവായുധം കൈക്കലാക്കി എന്ന വസ്തുതയായി സ്ഥിരീകരിക്കപ്പെടുന്ന പക്ഷം ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഞങ്ങളും ആണവായുധം കൈക്കലാക്കാൻ വേണ്ടത് ചെയ്യും. പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ ലോകം മുഴുവൻ ചിന്തിക്കുന്നത് സമാധാനമല്ല, ഇങ്ങോട്ടടിച്ചാൽ ഡബിൾ സ്ട്രോങ്ങിന് തിരിച്ചടിക്കാൻ എന്തൊരു വഴിയുണ്ട്. അതുകൊണ്ടല്ലേ ഈ അടുത്ത് ആഫ്രിക്കയിലെ നൈജർ എന്ന് പറയുന്ന നാട്ടിൽ പ്രിയപ്പെട്ടവരെ പട്ടാള അട്ടിമറി നടന്നു. അവിടെ ഇക്കോവാസ് എന്ന് പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ അവര് ഇടപെടാൻ തീരുമാനിച്ചു. ഞങ്ങൾ സൈന്യത്തെ നിയോഗിക്കും എന്ന് പറഞ്ഞു. നൈജറിന് സപ്പോർട്ടായി ബുർക്കിന ഫാസോ രംഗത്ത് വന്നു. പിറ്റേന്ന് മാലി എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വന്നു. ആ രണ്ട് രാജ്യങ്ങളിലും നേരത്തെ ഫ്രാൻസിന്റെ സൈനിക സാന്നിധ്യത്തെ എതിർത്തുകൊണ്ട് പട്ടാള അട്ടിമറി നടന്ന രാജ്യങ്ങളാണ്. ആ രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, നൈജറിനെ തൊട്ടാൽ അക്കളി തീക്കളിയായിരിക്കും, സൂക്ഷിച്ചോ, ഞങ്ങളുടെ പട്ടാളത്തെ ഞങ്ങൾ നൈജറിൽ വിന്യസിക്കാൻ പോവുകയാണ്. നോക്കണം, ഐക്യരാഷ്ട്ര സഭയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, യൂറോപ്യൻ യൂണിയന് അനങ്ങാൻ പറ്റിയില്ല. മാത്രമല്ല അവിടെയൊക്കെ സൈനിക സാന്നിധ്യമുള്ള ഫ്രാൻസ് ബുർക്കിന ഫാസോയിൽ നിന്നും മാലിയിൽ നിന്നും സൈന്യങ്ങളെ പിൻവലിക്കാൻ നിർബന്ധിതരായപ്പോൾ ഞങ്ങൾ നൈജറിൽ നിന്ന് പിൻവലിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ 1500 പട്ടാളക്കാരെ അവിടെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അവരുടെ അംബാസിഡറെ വീട്ടുതടങ്കലിലാക്കി നൈജർ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഫ്രാൻസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, ആഫ്രിക്കൻ യൂണിയൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞത് ലോകം അസഹിഷ്ണുതയുടെ നേരെ വളരെ ശക്തമായി മുന്നേറുകയാണ്. ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ ലോകത്തോട് പറഞ്ഞതാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത്, വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, ഒരിക്കലും നന്മയും തിന്മയും ഒരിക്കലും നെവർ ഈക്വൽ, അവ ഒരിക്കലും സമമല്ല. ഇത് അഹ്സൻ, നീ എപ്പോഴും തിന്മയെ നേരിടേണ്ടത് നന്മ കൊണ്ടാണ്. തിന്മയെ നേരിടാൻ നന്മയാണ് നീ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിന്റെ അനന്തര ഫലം എന്തായിരിക്കുമെന്നറിയാമോ? ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം, നിന്റെ ആജന്മ ശത്രു നിന്റെ ഉറ്റമിത്രമായി മാറുന്നത് കാണാൻ അധിക സമയം വേണ്ടി വരില്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി വിഷത്തിലൂട്ടിയ വാളുമായി പോകുന്ന ഒരു ചെറുപ്പക്കാരനെ നോക്കൂ. ആ ചെറുപ്പക്കാരന്റെ പേര് ഉമർ എന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മൂർച്ചയേറിയ കടുകമാണ്, വാളാണ്. പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ചെറുപ്പക്കാരെ തെറ്റിപ്പിക്കുന്ന വഴിതെറ്റിക്കുന്ന ഒരു പ്രവാചകവാദി വന്നിട്ടുണ്ട്. അവന്റെ പേര് മുഹമ്മദാണ്. അവന്റെ തലയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന ചെറുപ്പക്കാരൻ പോകുന്ന വഴിയെ തന്റെ സിസ്റ്റർ, തന്റെ പെങ്ങളുടെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ വെച്ചൊരു ചെറുപ്പക്കാരനെ കാണാൻ ഇടയാവുകയാണ്. ആ ചെറുപ്പക്കാരൻ കയ്യിൽ ഊരിപ്പിടിച്ച വാളുമായി പോകുന്ന ഉമറിനെ അഭിസംബോധന ചെയ്തു ചോദിക്കുന്നു, വേർ ആർ യു ഗോയിങ് സർ,
എവിടെ പോവുകയാണ്? ഉമർ പറഞ്ഞു, ഞാൻ തുറന്നു പറയുകയാണ്, തന്റെ സഹോദരനെ പറ്റി, സഹോദരന്റെ ശൗര്യത്തെ പറ്റിയും ക്രൗര്യത്തെ പറ്റിയും നന്നായി ബോധ്യമുള്ള ആ പെങ്ങൾ പക്ഷേ അല്പം പോലും പതറിയില്ല. അവര് പറഞ്ഞു, നിന്നെ കേൾപ്പിക്കാൻ പറ്റില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കേൾക്കണം, നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം എനിക്ക് വായിക്കണം. ഉടനെ പെങ്ങൾ പറഞ്ഞു, പക്ഷേ ഇത് വൃത്തിയില്ലാത്തവർക്ക് നൽകാൻ സാധ്യമല്ല, നീ പോയി കുളിച്ച് വൃത്തിയായി വായെങ്കിൽ തരാം. പെട്ടെന്ന് കണ്ടോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഉമർ പോവുകയാണ്, കുളിച്ച് വൃത്തിയായി വരികയാണ്. ആ സമയത്താണ് വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം ഉമറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഉമർ അതിന്റെ പേജ് തുറന്നു നോക്കി വായിക്കുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ الرحمن على العرش استوى إن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو. അത്രയും ഓതേണ്ട സമയം കിട്ടിയുള്ളൂ. അപ്പോഴേക്കും ഉമറിന്റെ ഹൃദയം മാറുകയാണ്. നബിയെ, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തോ തമ്മിലുണ്ണാത്തോർ എന്നിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത് കുമാരനാശൻ എഴുതിയത് എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിലും അന്നത്തെ ജാതി വ്യവസ്ഥ അതായിരുന്നു എന്ന് കുമാരനാശൻ പറഞ്ഞു എങ്കിൽ നമ്മുടെ മന്ത്രി മിനിയാന്ന് പറഞ്ഞത് അതേ ജാതി വ്യവസ്ഥ ഇന്ന് എന്റെ കേരളത്തിലുമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിൽ അത്തരം ജാതി വ്യവസ്ഥയെ വളരെ ശക്തമായി ആക്ഷേപിച്ച് മുന്നോട്ട് വന്നത് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, സനാതന ധർമ്മം എന്താണെന്നോ സനാതന മൂല്യങ്ങൾ എന്താണെന്നോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ അൺടച്ചബിൾ ആകാനോ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാകാനോ അല്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയോ പ്രയാസപ്പെടാൻ വേണ്ടിയോ അല്ല ഈ ദിവ്യഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവിന്റെ ഇംഗിതത്തിന് വഴങ്ങിയവരായി നിങ്ങൾ മാറും. അങ്ങനെ സൃഷ്ടാവിനനുസരിക്കുന്ന സൃഷ്ടികളായി നിങ്ങൾ മാറിയാൽ സൃഷ്ടാവ് തയ്യാറാക്കിയ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാം എന്നതാണ് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് എങ്കിൽ അത് വാങ്ങി വായിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവരെ, ആ വാളുമായി അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ കാവൽക്കാരനായുണ്ട്. അദ്ദേഹം ദൂരത്തേക്ക് ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. കാരണം ശത്രുക്കളുടെ. അള്ളാഹുവിന്റെ റസൂൽ ആരാ പ്രിയപ്പെട്ടവരെ? സാധാരണക്കാരാണെന്നോ മരിച്ചാൽ ദുർഗന്ധം കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് കുഴിച്ചിട്ടത് എന്നൊന്നും പറയുന്നവർ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറയുക തന്നെ വേണം. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ആരാ? അള്ളാഹുവിന്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രം ഒരു ഗുഹയിൽ അകപ്പെട്ട സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശത്രുക്കളതാ തെരഞ്ഞു വരുന്നു. അവര് രണ്ടുപേരും കഴിഞ്ഞുകൂടുന്ന ആ ഗുഹയുടെ തൊട്ട് മേലെ അവരെത്തിയിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മേൽപോട്ട് നോക്കിയപ്പോൾ ആ ഗുഹക്കുള്ള ദ്വാരത്തിലൂടെ കാണുകയാണ് ശത്രുക്കളുടെ കാൽപാദങ്ങൾ. അവരെങ്ങാനും ഒന്ന് താഴോട്ട് നോക്കിയാൽ തീർച്ചയായിട്ടും ആ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നവരെ കാണും. അതോടുകൂടി ഈ പ്രസ്ഥാനം മുളയിലേ എന്നുള്ളപ്പെടും എന്ന് ബോധ്യമുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ അവരെത്തിക്കഴിഞ്ഞു, എന്താ ചെയ്യ, രക്ഷപ്പെടുമോ? അല്ലാഹുവിന്റെ റസൂൽ ഒറ്റ ചോദ്യ ചോദിക്കുന്നത്, മാലന്നുക ബിസിനൈനി വല്ലാഹു സാലിസുഹുമാ. നമ്മൾ രണ്ടുപേരാണെങ്കിലും നമ്മുടെ കൂടെ അല്ലാഹ് എന്ന ഒരു മൂന്നാമത്തെ ശക്തി ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? എന്തായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വിശ്വാസം? പ്രിയപ്പെട്ടവരെ, തൊട്ട് മുന്നിൽ തലക്ക് മീതെ എത്തിയ ശത്രുക്കൾക്ക് they can do nothing, അവരൊന്നും ചെയ്യാൻ സാധിക്കുന്നവരല്ല എന്ന് പൂർണ്ണ ബോധ്യം ആ മനസ്സിന്റെ ഉള്ളിൽ നിന്നുണ്ടായതാ.
അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ. ഹിജ്റ പോകുന്ന വഴിയേ അതാ സുറാഖത്ത് തൻ്റെ ഒട്ടകവുമായി വരികയാണ്. പിന്നിലൂടെ വരുന്നു ആര്? സുറാഖത്ത്. അദ്ദേഹം ഒട്ടകപ്പുറത്താണ്. ആരാ യാത്രയിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും. വിചിത്രമായൊരു കാര്യം നടക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നടക്കും, പിന്നെ കുറച്ചു നേരം പിന്നാലെ നടക്കും. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, മാലക യാ അബൂബക്കർ തംശി ഹുനയ്യത്തൻ അമാമി വ തംശി ഹുനയ്യത്തൻ ഖൽഫി. നിനക്കെന്താ പിടിച്ചത്? വട്ടായോ? നീ ചിലപ്പോ ഒക്കെ എൻ്റെ മുന്നിൽ നടക്കുന്നു. നമ്മളാണെങ്കിൽ ചിലപ്പോൾ അതബില്ലാതെ നടക്കുക എന്നൊക്കെ പറയും. നീ എന്താ ചിലപ്പോൾ മുന്നിൽ നടക്കുന്നു, ചിലപ്പോൾ പിന്നിൽ നടക്കുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? അദ്കുറു ത്വലബ ഫഅംശി ഖൽഫക വഅദ്കുറു റസദ ഫഅംശി അമാമക. പിന്നിലൂടെ അങ്ങയെ തേടി വരുന്ന ശത്രുക്കളുണ്ടോ എന്നുള്ള ഓർമ്മ വരുമ്പോൾ ഞാൻ അങ്ങയുടെ പിന്നാലെ നടക്കും. അവര് ദൂരത്തുനിന്ന് വെടിവെച്ചാൽ, അവർ ദൂരത്തുനിന്ന് അമ്പെയ്താൽ ഒരിക്കലും അങ്ങയുടെ പുണ്യഭൂമേനിയിൽ അത് തട്ടാൻ പാടില്ല. അത് എന്റെ ദേഹം തുളച്ചു കയറിയിട്ടേ അങ്ങയുടെ ശരീരത്തെ സ്പർശിക്കാവൂ. ഈ നിർബന്ധമുള്ളത് കൊണ്ട് ആ ഓർമ്മ വരുമ്പോൾ ഞാൻ അങ്ങയുടെ പിന്നാലെ നടക്കുകയാണ്. അതേപോലെ വഴി എവിടെയെങ്കിലും ചാരന്മാര് കാത്തിരിക്കുന്നുണ്ടോ എന്ന ഓർമ്മ വരും. അത് വരുമ്പം ഫഅംശി അമാമക്, ഞാൻ മുന്നിൽ നടക്കും. മുന്നിൽ നിന്നാരെങ്കിലും വസ്ത്രം ഉപയോഗിച്ചാൽ എൻ്റെ നെഞ്ച് തുളച്ചു കയറട്ടെ, അങ്ങയെ സ്പർശിക്കാൻ പാടില്ല എന്ന നിർബന്ധം കൊണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പേടിക്കണ്ട, സുറാഖത്ത് വന്നോട്ടെ. സുറാഖത്ത് വന്നു. തൊട്ടടുത്തെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? കരിമ്പാറയിൽ അയാളുടെ ഒട്ടകത്തിന്റെ കാല് ആഴ്ന്നു പോവുകയാണ്. വല്ലാത്തൊരത്ഭുതം, ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ് എന്ന് ചോദിക്കാൻ പറ്റിയ സന്ദർഭം. വലിയ പാറക്കല്ലിൽ ഒട്ടകത്തിന്റെ കാല് ആണ്ടുപോയി, അല്ലെങ്കിൽ താഴ്ന്നുപോയി. അവസാനം അയാൾ പെടയുകയാണ്. പടച്ചവനെ, രക്ഷപ്പെടണം, എന്തൊരു മാർഗമുണ്ട്? അയാൾ പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവസാനം അയാൾ നീട്ടി വിളിച്ചു, യാ മുഹമ്മദ്, മുഹമ്മദേ. മറ്റൊരു റിവായത്തിലുള്ളത് വാ മുഹമ്മദാ, ബദരീങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന്. മുഹമ്മദേ രക്ഷപ്പെടുത്തണേ. അള്ളാഹുവിന്റെ റസൂല് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, എന്നെ ഇപ്പൊ രക്ഷപ്പെടുത്തിയ പിന്നെയും നീ പിന്നാലെ വരൂലെന്ന് വെച്ചു. ഇല്ല നബിയെ, കല്ലാ വല്ലാ, ഞാൻ ഒരിക്കലും വരൂല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, എന്നാ തിരിച്ചു പോയിക്കോന്ന് പറഞ്ഞു. ഒട്ടകം അതാ കാലെടുക്കുന്നു, അവര് തിരിച്ചു നടക്കുന്നു. പക്ഷെ 1-2 മിനിറ്റ് കഴിഞ്ഞു വീണ്ടും ഈ മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുപോയാൽ 500 ഒട്ടകങ്ങളാണ് ഓഫർ. അഥവാ ഇന്ത്യയിൽ ഇന്നലെ 25 കോടിയുടെ ബമ്പർ അടിച്ചു. അതിൻ്റെ യഥാർത്ഥ അവകാശി ഇന്നാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പത്രത്തിൽ കണ്ടു. ഏതോ ആട്ടെ, തിരുവോണ ബമ്പർ 25 കോടിയാണെങ്കിൽ പിന്നെ അന്ന് 500 ഒട്ടകം കിട്ടും എന്ന് പറഞ്ഞാൽ ആരാണത് വേണ്ടാന്ന് വെക്കുക? സുറാഖത്ത് രണ്ടാമതും വന്നു. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ കനത്ത പാറയിൽ ആ ഒട്ടകത്തിന്റെ കാല് താഴ്ന്നു പോകുകയാണ്. രക്ഷയില്ല എന്ന് പൂർണ്ണ ബോധ്യപ്പെട്ടപ്പോൾ വാ മുഹമ്മദാ, എന്നെ രക്ഷിക്കണേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇനിയും തിരിച്ചു വരുമോ? ഇല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ പ്രകൃതി കണ്ടിട്ട് സമ്പത്ത് കണ്ടാൽ കൊതി മാറാത്തവനാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഓഫർ നൽകാം. എന്താ ഓഫർ? മാലക ബിസിവാറൈ കിസ്റാ ഇദാ ലബിസ്തഹാ. പേർഷ്യൻ ചക്രവർത്തിയായ കിസ്റയുടെ 2 സ്വർണവളകൾ, അന്ന് അത്രയും വലിയ കാരറ്റ് കൂടിയ സ്വർണവള ധരിക്കുന്ന ഒരു രാജാവും ലോകത്തുണ്ടായിരുന്നില്ല. ആ കിസ്റയുടെ വള ധരിക്കാനുള്ള ഒരു അവസരം നിനക്ക് നൽകിയാലോന്ന് ചോദിച്ചു. അല്ലോ സുറാഖത്ത് വളരെ സന്തുഷ്ടനായി. അയാൾ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് അങ്ങയുടെ പിന്നാലെ വരൂല. എന്ന് മാത്രമല്ല, ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണുന്നവരെയൊക്കെ നിങ്ങൾ ഈ വൈക്കലൊന്നും മുഹമ്മദിനെ അന്വേഷിച്ച് പോകണ്ട, ഞാൻ പോയി തിരിച്ചു വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ വല്ല വൈക്കും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വിടാമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എന്നാ ഒട്ടകത്തെയുമായി പൊയ്ക്കോ. ഒട്ടകവുമായി അദ്ദേഹം പോയി. പ്രിയപ്പെട്ടവരെ, പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പേർഷ്യ ഇസ്ലാമിന് കീഴിൽ വന്നപ്പോൾ ചക്രവർത്തിയുടെ
ആ അമൂല്യമായ നിധികൾ വിതരണം ചെയ്യുമ്പോൾ അതാ കിടക്കുന്നു കിസ്റയുടെ 2 അമൂല്യമായ വളകൾ. സുറാഖത്ത് മുന്നോട്ട് വന്നു, എന്നിട്ട് പറഞ്ഞു ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഹാബാക്കളെ, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ ഇത്തരം ഒരു ഓഫർ നൽകിയിട്ടുണ്ട് എന്നത്? സഹാബാക്കളിൽ ചിലരൊക്കെ പറഞ്ഞു, രംഗത്തിന് ഞങ്ങൾ സാക്ഷിയല്ലെങ്കിലും അദ്ദേഹവും മാത്രമല്ല സിദ്ദീഖുൽ അക്ബറും ഒക്കെ പ്രഖ്യാപിച്ചത് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ 25 കോടി ബമ്പർ അടിച്ചാൽ തന്നെ 12 കോടിയെ ആൾക്ക് കിട്ടുള്ളൂ എന്നാ. ബാക്കിയൊക്കെ ടാക്സ് ആയിട്ട് GST ആയിട്ട് മറ്റു പലതുമായിട്ട് പോകും. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഒരു വാറ്റ് പിടിക്കാനോ ഒരു GST പിടിക്കാനോ തയ്യാറാകാതെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 വളകളും സുറാഖത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണെങ്കിൽ, ധൈര്യപൂർവം വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചത് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യം അവിടെ വെച്ച് കണ്ട റസൂലുള്ളാഹി ദൂരെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി വരുന്നത് കണ്ട് ബേജാറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് അന്ന് ഗുഹയിൽ വെച്ച് പറഞ്ഞതുപോലെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ഒരിക്കലും പേടിക്കണ്ട, ഡോണ്ട് ബി അഫ്രൈഡ്, പേടിക്കരുത്, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്, ഉമർ കടന്നു വരട്ടെ. അതാ ഊരിപ്പിടിച്ച വാളുമായി ഉമർ അങ്ങോട്ട് കടന്നു വരുന്നു, വാള് താഴത്ത് വെക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമാവുകയാണ്. വാളുകൊണ്ട് ഇസ്ലാം മതം പ്രചരിപ്പിച്ചതാണോ എന്ന് സംശയമുള്ളവർക്ക് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ മുഖവുരയുടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഒമിറ്റ് ചെയ്തുകൊണ്ട് അതില്ലാത്ത കോപ്പിയാണ് വിതരണം ചെയ്യപ്പെട്ടത് എന്ന കാര്യം അതിരഞ്ജൻ ദാസ് മുൻഷിയെ മാത്രമല്ല നമ്മെ എല്ലാവരെയും അങ്ങേയറ്റം വേദനിപ്പിച്ചു. കാരണം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ പോലെയല്ല. ഇക്ബാൽ പറഞ്ഞതുപോലെ യൂനാനോ മിസ്രോ റോമ സബ് മിറ്റ് ഗയേ ജഹാൻ സെ അബ് തക് മഗർ ഹെ ബാക്കി നാമോ നിശാൻ ഹമാരാ മസ്ഹബ് നഹീ സിഖാതാ ആപസ് മേ ബേർ റഖ്നാ ഹിന്ദി ഹെ ഹം വതൻ ഹെ ഹിന്ദുസ്ഥാൻ ഹമാരാ ഝണ്ഡാ ഊഞ്ചാ രഹേ ഹമാരാ എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ മതമുള്ളവരും മതമില്ലാത്തവരുമെല്ലാം. അത്തരം ഒരു രാജ്യം ഈ ലോകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന മഹത്തായ ആശയം നമ്മൾ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. ആ ആശയം നമ്മെ മുറുകെ പിടിപ്പിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, നമ്മുടെ സംവിധാനമാണ്, നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ ബേസിക് ഫീച്ചറുകളിൽ പെട്ടതാണ് അതിൻ്റെ പ്രിയാമ്പുകളിൽ പറയുന്ന 8 കാര്യങ്ങളും അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രിയാമ്പിളിൽ ആദ്യമായി പറയുന്ന 2ാമത്തെയും 3ാമത്തെയും കാര്യം ഒമിറ്റ് ചെയ്തുകൊണ്ട് അത് ഇല്ലാത്ത ഒരു കോപ്പി പാർലമെന്റ് അംഗങ്ങൾക്കിടയിൽ മനഃപൂർവ്വം വിതരണം ചെയ്യപ്പെട്ടു എന്ന വസ്തുത ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഭരണഘടനയെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്ന, എവിടെ പോയാലും അത് ഈ രാജ്യത്തിന്റെ വലിയൊരു ഖ്യാതിയായി എടുത്തു പറയുന്ന ഞങ്ങളെയൊക്കെ എല്ലാ സാധാരണ പൗരന്മാരെയും വല്ലാതെ വേദനിപ്പിക്കുകയാണ്. കാരണം ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്നത് ഇപ്രകാരമാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ ആദ്യത്തെ വരിയിലെ 5 കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ 2 പദങ്ങൾ ഇല്ലാത്ത ഒരു കോപ്പി ഈ ഭരണഘടനയുടെ ആ നിർമ്മാണ കേന്ദ്രമായ പാർലമെന്റിൽ, നിയമനിർമ്മാണ സഭയുടെ ആ ഉപരിസഭയിൽ വെച്ച് തന്നെ, ആ പാർലമെന്റിൽ വെച്ച് തന്നെ, അതും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് തന്നെ ഇത്തരം ഒരു ഭരണഘടന പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വളരെയധികം വേദന തോന്നുകയാണ്, ഉത്കണ്ഠ തോന്നുകയാണ്, ഭയം തോന്നുകയാണ്. ഈ രാജ്യം ഭരണഘടന അട്ടിമറിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ രാജ്യത്ത് സംജാതമാകുമോ? ഈ രാജ്യം ഒരു മതാധിഷ്ഠിത രാജ്യമാകുമോ? ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മെയിൻ ഇമ്പോർട്ടൻ്റ് ഫീച്ചറായ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സവിശേഷത ഈ രാജ്യത്തിന് നഷ്ടപ്പെടുമോ എന്നൊക്കെ ഭയപ്പെടുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെയും നാട്ടുകാരെയും ഒക്കെ സംരക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ ശത്രുക്കളിൽ നിന്നും, അഥവാ ബാഹ്യമായ ശത്രുക്കളിൽ നിന്നും ആന്തരികമായ ശത്രുക്കളിൽ നിന്നുമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒരു സുരക്ഷിത രാജ്യമായി ലോകാവസാനം വരെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ ആരാണ് ഭരിക്കുന്നത് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. BJP ആയാലും കോൺഗ്രസ് ആയാലും അല്ലാത്ത പാർട്ടിക്കാരായാലും, അത് ഇന്ത്യ എന്നത് മുന്നണിയായാലും അതൊരു ബ്ലോക്കായാലും, ഇനി ഭാരത് എന്ന് പേര് മാറിയാലും ഇല്ലെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ തുടക്കം തന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന പേരിന് മറ്റുള്ള പേരിനേക്കാളൊക്കെ മുൻഗണന ഭരണഘടന നൽകിയിട്ടുണ്ട്. പക്ഷേ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ തന്നെ വലിയ വ്യത്യാസം വരുത്താനുള്ള ഗൂഢനീക്കം ഇവിടെ നടക്കുന്നു എങ്കിൽ ഇന്ത്യ എന്ന പേരില്ലാഞ്ഞത് ഇന്ത്യ മുന്നണിയോ ബ്ലോക്കോ വന്നതുകൊണ്ടാണോ അല്ലേ എന്ന ചർച്ച ഒരു ഭാഗത്ത് സജീവമാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യം കാണുന്ന ഞങ്ങളെപ്പോലെയുള്ള ഭരണഘടനാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയുളവാക്കുന്നതാണ്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം എല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ്. ഒരു മതത്തിൻ്റെ പേരിൽ മാത്രം പാകിസ്ഥാൻ വിട്ടുപോയപ്പോൾ അവരിതാ ഇന്ന് നവാസ് ഷരീഫ് മിനിയാന്ന് ബ്രിട്ടനിൽ വെച്ചുകൊണ്ടൊരു പ്രസ്താവന ഇറക്കി, ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്ന ഭിക്ഷക്കാരായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം ബ്രിട്ടനെയും കൂടി കടത്തി വെട്ടിക്കൊണ്ട് ലോകത്തെ വൻ ശക്തികളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് 5ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തുമൊക്കെയായി നിലനിൽക്കുന്നു എങ്കിൽ ഇന്ത്യ രാജ്യം വലിയ പുരോഗതിയാണ് ആർജിക്കുന്നത്. ആ പുരോഗതിയൊക്കെ നമുക്ക് നേടാൻ കഴിയുന്നത് നമ്മൾ ഇതുവരെ സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ചു പോന്ന മൂല്യങ്ങളാണ്. പ്രിയപ്പെട്ട ആ മൂല്യങ്ങൾ കൈവിടാതെ സൂക്ഷിക്കാൻ പറ്റിയ നേതൃത്വമായിരിക്കണം ഏത് പാർട്ടി ഭരിക്കുന്നതാണെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും ഇന്ത്യ മുന്നണിയാണെങ്കിലും ഇനി മറ്റൊരു മുന്നണി ഭാരത് മുന്നണി എന്ന പേരിൽ പുതുതായി നിർമ്മിക്കപ്പെടുകയാണെങ്കിലും ഇവിടെ ആര് ഭരിച്ചാലും ഇന്ത്യ രാജ്യം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ഈ ഭരണഘടന ഇവിടെ നിലനിൽക്കണം, ഇവിടുത്തെ മതമൈത്രി നിലനിൽക്കണം, അങ്ങനെ ഈ രാജ്യം നിലനിൽക്കണം എന്നത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്ന് പറയുന്ന വലിയ ഒരു സന്ദേശം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, പക്ഷേ എനിക്ക് അധിക സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ മറ്റ് ചില പരിപാടികൾ കൂടി ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചുകൊണ്ട് ലോകത്തോട് മുഴുവനായി പ്രഖ്യാപിച്ച ആ നന്മയെ തിന്മ കൊണ്ട് നേരിടുക, തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് പറയുന്ന ആ വലിയ തത്വം, പ്രിയപ്പെട്ടവരെ, അത് നടപ്പാക്കാൻ നമ്മൾ ഓരോരുത്തരും ഖുർആന്റെ വക്താക്കളാണ് എന്ന നിലയിൽ തന്നെ തയ്യാറാകണം. അല്ലാത്തവരും തീർച്ചയായിട്ടും അതിന് തയ്യാറാകണം. എങ്കിലേ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ സർവ്വലോകത്തിനും ഗുണവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം പ്രഖ്യാപിച്ച്, അതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതിൻ്റെ പരമപ്രധാന ലക്ഷ്യമായി വമാ അർസൽനാക ഇലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിലൂടെ ഖുർആൻ മുന്നോട്ട് വെച്ചത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.